ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങളുടെ എക്സിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആകുന്ന 7 ടിപ്സാണ്. 7 ടിപ്സുകളും പ്രൂവൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ കാണുക. കുറച്ച് ഡ്യൂറേഷൻ കൂടിയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഇപ്പോൾ ഫ്രീ അല്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്തിട്ട് ഫ്രീ ആവുന്ന സമയത്ത് വീഡിയോ മുഴുവനായിട്ടും കാണുക. കൃത്യമായിട്ട് പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 100% നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഇപ്പം നിങ്ങളെ വേണ്ടെന്ന് പറഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയെ നമുക്ക് തിരിച്ച് അട്രാക്റ്റ് ചെയ്യാനും നിങ്ങളുടെ ലൈഫിലോട്ട് കൊണ്ടുവരാനും സാധിക്കും. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പെട്ടെന്ന് ഒരാൾ നമ്മളെ വേണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ ലൈഫിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന സമയത്ത് നമുക്ക് വിഷമം ഉണ്ടാവും. നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷൻ എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. കാരണം ഒരുപാട് കേസുകൾ ഞാൻ അറ്റൻഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ പല പല പ്രശ്നങ്ങളാണ് പല ആളുകൾക്കും ഉള്ളത്. എല്ലാവർക്കും ഒരേ പ്രശ്നമല്ല. എന്താണെങ്കിലും ഒരാൾ നമ്മുടെ ലൈഫിൽ കുറച്ച് നാളുണ്ടായിരുന്നു, പെട്ടെന്നൊരു നിമിഷം പോകുമ്പോൾ മാനസികമായിട്ട് നമുക്ക് നല്ല സങ്കടം ഉണ്ടാവും. നമുക്ക് നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും. മാത്രമല്ല, നമുക്കൊന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ എന്തിനാ ജീവിക്കുന്നതെന്ന് പോലും നമുക്ക് തോന്നിപ്പോകും. ആളില്ലാതെ മുന്നോട്ട് പോകണോ എന്ന് വരെ നമ്മൾ ചിന്തിച്ചു പോകും. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന വളരെ വിഷമകരമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കും അതെനിക്കറിയാം. എന്നാലും നിങ്ങൾ പെട്ടെന്ന് ആളെ തിരിച്ചു കൊണ്ടുവരണം അല്ലെങ്കിൽ പെട്ടെന്ന് പ്രോബ്ലം സോൾവ് ചെയ്യണം എന്ന് വാശി പിടിക്കരുത്. അങ്ങനെ വാശി പിടിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പോവുകയാണ് ചെയ്യുക. ചിലപ്പോൾ സംസാരിച്ച സോൾവ് ചെയ്യാൻ കഴിയുന്ന അത്ര ചെറിയ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് സംസാരിച്ച് സോൾവ് ചെയ്യാം. പക്ഷെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി സംസാരിക്കാൻ പോലും കൂട്ടാക്കുന്നില്ല എങ്കിൽ നിങ്ങൾ അവരെ പെട്ടെന്ന് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള ആ ഒരു കാര്യത്തിൽ നിങ്ങൾ തിങ്ക് ചെയ്യാതെ പല കാര്യങ്ങളും ആ നിമിഷത്തിൽ ചെയ്തു പോകും. അപ്പം അങ്ങനെ ഒരു എടിപിടി എന്നുള്ള രീതിയിൽ, മീൻസ് ഈ ലാംഗ്വേജ് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല, പെട്ടെന്ന് നമ്മുടെ മൈൻഡിൽ തോന്നുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കും. അപ്പോൾ അത് ചിലപ്പോൾ പലപ്പോഴും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ഒരു ഇറിറ്റേഷനായിട്ട് നമ്മൾ ടോക്സിക് ആണെന്ന് വരെ ചിലപ്പോൾ ചിന്തിച്ചു പോകും. അത് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും. അപ്പോൾ നമ്മൾ ഒന്ന് കാമാവുക, ഒന്ന് വെയിറ്റ് ചെയ്യുക. ഒരുപാട് തോട്ട് പ്രോസസ്സ് നമ്മുടെ മൈൻഡിലൂടെ പോകുന്നുണ്ടായിരിക്കും. ധൃതി പിടിക്കാതിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അവരെ അടുത്ത് നമ്മളിങ്ങനെ പുഷ് ചെയ്യാണ്ടിരിക്കുക. എന്നെ സ്നേഹിക്കണം, നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല, നീ ഇല്ലാതെ എനിക്കൊരു നിമിഷം പോലും മുന്നോട്ട് പോകാൻ പറ്റില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ബെഗ് ചെയ്യാതിരിക്കുക. അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം സ്റ്റോപ്പ് ചെയ്യുക. നമുക്ക് പ്രാക്ടിക്കലായിട്ടും ലോജിക്കലായിട്ടും നമുക്ക് ചിന്തിച്ചുകൊണ്ട് കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ട് നമ്മൾ കുറച്ച് സ്റ്റെപ്പുകളൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അവരെ ശല്യം ചെയ്യാൻ പോകണ്ട, അവരെ പാട്ടിന് വിടുക. എന്നിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങളൊന്ന് കേട്ട് മനസ്സിലാക്കി അത് അപ്ലൈ ചെയ്യുക. ഇതാണ് ഒന്നാമത്തെ കാര്യം. ഇത്രയേ ഉള്ളൂ. ഒന്നുകൂടി ഷോർട്ടാക്കി പറയുകയാണെങ്കിൽ, ധൃതി കൂട്ടണ്ട തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ അവരെ ഫോഴ്സ് ചെയ്യണ്ട. ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇനി രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നോ കോണ്ടാക്റ്റ് റൂൾ എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. എൻ്റെ വീഡിയോസ് കാണുന്ന ആളാണെന്നുണ്ടെങ്കിൽ എക്സ് ബാക്കിൽ ഏറ്റവും നമ്പർ 1 സീക്രട്ട് എന്ന് പറയുന്നത് നോ കോണ്ടാക്റ്റ് കീപ്പ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അഥവാ നമ്മൾ പറഞ്ഞാലോ സംസാരിച്ചാലോ ഒന്നും തീരാത്ത വിഷയങ്ങളാണെങ്കിൽ അവിടെ നോ കോണ്ടാക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുക എന്ന് പറയുന്നത് എല്ലാ മെൻറ്റേഴ്സും പറയുന്ന ഒരു കാര്യമാണ്. അതിനെ പല ആളുകളും വില കുറച്ച് കാണുന്നുണ്ട്. അല്ലെങ്കിൽ അത് ചെയ്തു കഴിഞ്ഞാൽ ലോജിക്കലി നടക്കുമോ, അവർ നമ്മളെ ഇട്ടേച്ച് പോവുകയല്ലേ ചെയ്യുക, കാരണം കുറച്ച് ദിവസം നമ്മൾ മിണ്ടാതിരുന്നാൽ നമ്മളെ മറന്നു കളയോ എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. നിങ്ങൾ ഓൾറെഡി ഇഷ്ടത്തിലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഫോണിലെങ്കിലും ഈവൻ കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും അവർ ഇട്ടേച്ച് പോകത്തില്ല. നിങ്ങളോടൊരു റിയൽ ലവ് ഉണ്ടെങ്കിൽ അവർ നിങ്ങളെ ഇട്ടേച്ച് പോകത്തില്ല. നിങ്ങൾ നോ കോണ്ടാക്റ്റ് അവിടെ കീപ്പ് ചെയ്യുന്നത് വഴി എന്താണ് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്? നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും മെമ്മറീസ് അവരുടെ മനസ്സിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഹീലാവാൻ, അത് ആ മെമ്മറീസ് അവർ ചിന്തിക്കുന്ന സമയത്ത് അവർക്കുണ്ടാവുന്ന ഇമോഷൻസ് ഇതിനെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് അതൊക്കെ ഒന്ന് ഹീൽ ചെയ്ത് അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ഫോർഗെറ്റ് ചെയ്യാനുള്ള ടൈം അവർക്ക് കിട്ടും. അപ്പോൾ തിരിച്ച് നമ്മളോട് അട്രാക്ഷൻ തോന്നുക ചെയ്യുക. അപ്പോഴും നമ്മളിവിടെ ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക? ഇത് വേണ്ട എന്നുള്ള രീതിയിലായിരിക്കും അവർ ചിന്തിക്കുക, അല്ലേ? അപ്പോൾ നമ്മൾ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു സ്പേസ് കൊടുക്കുക. നോ കോണ്ടാക്റ്റിൽ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ആബ്സെൻസ് അവർക്ക് കൃത്യമായിട്ട് ഫീൽ ചെയ്യും.
നമ്മളില്ലാത്തപ്പോൾ നമ്മുടെ വില അവർക്ക് മനസ്സിലാവും. അവർ നമ്മളെ പറ്റിയിട്ട് കൃത്യമായിട്ട് ചിന്തിക്കട്ടെ. അതുപോലെ തന്നെ പഴയ കാര്യങ്ങളൊക്കെ മറക്കാനുള്ള ഒരു സാവകാശം കൊടുക്കുക. ഇപ്പോൾ ഒരു 30 days എങ്കിലും നോ കോണ്ടാക്റ്റ് അപ്ലൈ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമായിട്ട് നിങ്ങൾ എടുക്കുക. അത് പറഞ്ഞ് സംസാരിച്ചാൽ തീരാത്ത വിഷയമാണെങ്കിൽ മാത്രം. ഇപ്പോൾ ഒരു ചെറിയ പ്രശ്നമാണ്, ഒരു ഫൈറ്റ് ഉണ്ടായി, അതിൻ്റെ പേരിൽ പിണങ്ങി, സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നത്തിന് പോയിട്ട് നോ കോണ്ടാക്റ്റ് അപ്ലൈ ചെയ്യേണ്ട. വലിയൊരു പ്രശ്നമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബ്ലോക്ക് ചെയ്ത് പോവുക, അങ്ങനത്തെ സിറ്റുവേഷനൊക്കെയാണ്, അല്ലെങ്കിൽ ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്നൊക്കെ പറഞ്ഞ് പോകുന്ന സിറ്റുവേഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് അവരുടെ ലൈഫിൽ നിന്നും ഡിസപ്പിയർ ആവുക. അപ്പോൾ അവർക്ക് നിങ്ങളുടെ ആബ്സെൻസ് ഫീൽ ചെയ്യുമെന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി മൂന്നാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ നോ കോണ്ടാക്റ്റ് കഴിയുമ്പോൾ അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റ് പകുതിയൊക്കെ എത്തുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് കോളോ കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ല രീതിക്കാണ് വിളിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കോള് അറ്റൻഡ് ചെയ്തിട്ട് സംസാരിക്കാം. അത് ഒരുപാട് തവണയൊക്കെ വിളിക്കുകയാണെങ്കിൽ മാത്രം അറ്റൻഡ് ചെയ്താൽ മതി. ഒരു തവണ മെസ്സേജ് അയക്കുകയോ ഒരു തവണ വിളിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണ്ട, റിപ്ലൈ കൊടുക്കണ്ട. അവർ നന്നായിട്ട് ഇങ്ങോട്ട് ചേസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങൾ റെസ്പോണ്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ ആ ഒരു നോ കോണ്ടാക്ട് റൂളിൽ തന്നെ നിങ്ങൾ ഇരിക്കുക. ആഫ്റ്റർ 30 days ശേഷം അവർ നിങ്ങളെ നന്നായിട്ട് ചേസ് ചെയ്ത് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവരോട് സംസാരിക്കുന്ന സമയത്ത് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ കോൺവെർസേഷൻ എന്ന് പറയുന്നത് എൻജോയബിൾ ആയിരിക്കണം. അവർക്കൊരിക്കലും നിങ്ങളിൽ നിന്നൊരു സാഡ് ഫീലിംഗ് കിട്ടരുത്, അല്ലെങ്കിൽ ഒരു എനർജി ലോസ് ആയിട്ടുള്ള നിങ്ങളെ അവർ കാണരുത്. നിങ്ങളോട് സംസാരിക്കുമ്പോൾ അവർക്ക് പോസിറ്റീവ് വൈബ് മാത്രമായിരിക്കണം കിട്ടേണ്ടത്. നിങ്ങൾ ഈ ഒരു 30 ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരു 3 weeks കൊണ്ട് നിങ്ങൾ വലിയ രീതിയിലൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്, ആളില്ലെങ്കിലും നിങ്ങൾ മുന്നോട്ട് പോകും എന്നുള്ള തോന്നലൊക്കെ ആ വ്യക്തിക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അത് ആ സംസാരിക്കുന്ന വിഷയങ്ങളൊക്കെ എൻജോയബിൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കണം എന്നുള്ളത് പ്രത്യേകം ഫോക്കസ് ചെയ്യുക, മനസ്സിലാക്കാം. ഓക്കെ, പിന്നെ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് ഹിൻസ് ഞാൻ തരാം. പാസ്റ്റിലെ വിഷയങ്ങളൊന്നും നിങ്ങൾ എടുത്തിടാതിരിക്കുക, പ്രസൻറ്റ് മാത്രം സംസാരിക്കുക, ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കുക. പരാതികളൊക്കെ മാറ്റിവെക്കുക, അതൊന്നും അതിനെ പറ്റിയിട്ടൊന്നും ഇപ്പം സംസാരിക്കേണ്ട. നീ അങ്ങനെ ചെയ്തുകൊണ്ടാണ്, ഇങ്ങനെ ചെയ്തത് കൊണ്ടാണ്, അങ്ങനെ ആ പാസ്റ്റിനെ അങ്ങോട്ട് വിട്ടേക്കുക. അതിനെ പറ്റിയിട്ട് ഇനി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, അത് സംഭവിച്ചു പോയി. ഇനിയിപ്പോൾ നിങ്ങളുടെ ഭാഗത്താണെങ്കിലും അവരുടെ ഭാഗത്താണെങ്കിലും ഒക്കെ സംഭവിച്ചു പോയി. പക്ഷേ ആഫ്റ്റർ നോ കോണ്ടാക്റ്റിന് ശേഷമുള്ള കോൺവെർസേഷൻ എൻജോയബിൾ ആയിരിക്കണം എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണം. പല ആളുകളുണ്ട് ഈ നോ കോണ്ടാക്ട് റൂളൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വരും, അപ്പോൾ കോൾ അറ്റൻഡ് ചെയ്തിട്ട് അവർ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ അവർ ചിലപ്പോൾ ആളൊക്കെ മാറിയിട്ടുണ്ടാവും, ഓക്കെ ആയിട്ടുണ്ടാവും, ഇനി പഴയ പോലെ തന്നെ മുന്നോട്ട് പോകാന്നുള്ള തീരുമാനത്തിലായിരിക്കും ചിലപ്പോൾ വിളിക്കുന്നുണ്ടാവുക. അപ്പം ഫോൺ എടുത്തിട്ട് പിന്നെയും ന്യായീകരിച്ചുകൊണ്ടിരിക്കും, അങ്ങനെ ആയതുകൊണ്ടാണ്, ഇങ്ങനെ ആയതുകൊണ്ടാണെന്ന് അങ്ങനെ സംഭവിച്ചു. അങ്ങനെ പാസ്റ്റിലെ കാര്യങ്ങളൊന്നും പറയണ്ട എന്നുള്ളതാണ് പറയുന്നത്. നിങ്ങളടുത്തുനിന്നൊരു നെഗറ്റീവ് വൈബ് അവർക്ക് കിട്ടാനേ പാടില്ല. ആ കോൺവെർസേഷൻസ് എല്ലാം എൻജോയബിൾ ആയിരിക്കണം ആഫ്റ്റർ നോ കോണ്ടാക്റ്റിന് ശേഷം. പിന്നെ പതിയെ നമുക്ക് മാനിഫെസ്റ്റ് ചെയ്തിട്ട് അഡിക്റ്റഡ് ആക്കാനായിട്ട് പറ്റും. നമ്മുടെ ലൈഫിൽ എന്നും സ്റ്റേ ചെയ്യുന്ന രീതിയിലോട്ട് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നിങ്ങൾക്കിപ്പോൾ ഞാനിങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്ന സമയത്ത് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു കൃത്യമായിട്ടുള്ള ധാരണ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ പേഴ്സണൽ ഗൈഡൻസ് അല്ലെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് 21 days പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്ത് തരാം. വാട്സപ്പ് വഴി ഡൗട്ട്സുകളും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തിട്ട് കൃത്യമായിട്ട് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാം. ഓരോ കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ വിളിച്ചോ, ഹെൽപ്പിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, നമുക്ക് ടോപ്പിക്കിലോട്ട് തന്നെ തിരിച്ചു വരാം. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആ വ്യക്തിയോട് നമ്മൾ ജലസി കാണിക്കരുത്. ഇപ്പോൾ നോ കോണ്ടാക്റ്റിൽ ഇരിക്കുന്ന സമയത്തായിക്കോട്ടെ, ആഫ്റ്റർ നോ കോണ്ടാക്റ്റിന് ശേഷം ആയിക്കോട്ടെ, ആ വ്യക്തിയുടെ ഒരു സ്റ്റാറ്റസ് കാണുകയാണ്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് കാണുകയാണ്, ഒരു പരിപാടിക്ക് പോയി, ഒരു ബർത്ത്ഡേ സെലിബ്രേഷനോ ഫ്രണ്ട്സിൻ്റെ ആവാം, അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും യാത്ര പോയി, കൂടെ ഒരാളുടെ കൂടെ സെൽഫി എടുത്തിട്ടുണ്ട്, ഓപ്പോസിറ്റ് സെക്സിലുള്ള ആളുടെ കൂടെയാണ് സെൽഫി എടുത്തിട്ടുള്ളതെന്ന് വിചാരിക്കുക. അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് ആ ഒരു അസൂയ ഉള്ളിൽ വന്നിട്ട് നമ്മൾ ചിലപ്പോൾ ചോദിക്കും, പെട്ടെന്ന് പോയിട്ട് ടൈപ്പ് ചെയ്യും ചിലപ്പോൾ, ഇതാരാണ്, എന്താണ്. ഇനിയിപ്പോൾ ബ്ലോക്ക് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കോള് ബ്ലോക്ക് അല്ലെങ്കിൽ കോള് വഴി വിളിക്കും, അല്ലെങ്കിൽ സുഹൃത്തുക്കൾ വഴി അത് തിരക്കും. അങ്ങനെ അതാരാണ്, അല്ലെങ്കിൽ എവിടെയാണ്, എന്താ പരിപാടി എന്നുള്ള രീതിയിലൊന്നും നമ്മൾ അങ്ങോട്ട് പോയിട്ട് ചോദിക്കേണ്ട. ഇപ്പോൾ ഒരാളെ കൂടെ ഫോട്ടോ ഇട്ടു എന്ന് വിചാരിച്ചിട്ട്. അപ്പം അങ്ങനെ അസൂയ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു കോൺവെർസേഷനോ ഒരു ആക്ഷനോ ഒന്നും നിങ്ങളുടെ ഭാഗത്തുനിന്ന് വരണ്ട.
അതൊക്കെ ഉണ്ടായിരിക്കും, ഉണ്ടാവില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുക. നമുക്ക് എക്സാക്റ്റ് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സുകളും സ്ട്രാറ്റജീസും ആണ് പറയുന്നത്. അപ്പോൾ ഇത് കൃത്യമായിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് മാനിഫെസ്റ്റ് ചെയ്യാനും റിസൾട്ട് ഉണ്ടാക്കാനും സാധിക്കത്തുള്ളൂ. ഇതിൽ തന്നെ എനിക്ക് എടുത്തു പറയാനുള്ള ഒരു കാര്യം, ഇപ്പോൾ ഫുൾ ടൈം ഓൺലൈനിൽ ഇരിക്കുന്നുണ്ട്, അത് നിങ്ങളിങ്ങനെ ചെക്ക് ചെയ്യുന്നു, അയ്യോ അവൻ ഓൺലൈനിൽ ഉണ്ടല്ലോ, 4 മണിക്കൂറായല്ലോ ഓൺലൈനിൽ ഇരിക്കുന്നു, അവൻ എന്തായിരിക്കും ചെയ്യുന്നുണ്ടാവുക, ആരോടായിരിക്കും ചാറ്റ് ചെയ്യുന്നുണ്ടാവുക, അല്ലെങ്കിൽ അവളായിക്കോട്ടെ അവനായിക്കോട്ടെ ആരോ ആയിക്കോട്ടെ, വീഡിയോ കാണുന്ന സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ഒക്കെ ഈ ഓൺലൈനിൽ ഒരുപാട് നേരം ഇരുന്നു, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കുറേ ടൈം ഓൺലൈനിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു ഫോട്ടോ കാണുക, സ്റ്റാറ്റസ് കാണുക, എവിടെയെങ്കിലും പോയി എന്ന് അറിയുമ്പോഴേക്കും നമ്മൾ ഈ എടുത്തു ചാടുന്ന പരിപാടി ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. നമുക്ക് പ്രോപ്പറായിട്ട് നമുക്ക് നമ്മുടെ തന്നെ മൈൻഡിൻ്റെ പവർ ഉപയോഗിച്ച്, നമ്മുടെ തോട്ടിൻ്റെ പവർ ഉപയോഗിച്ചിട്ട് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. പിന്നെ എന്തിനാണ് നിങ്ങളിങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? ഓക്കെ, അപ്പോൾ ജലസ് നമുക്കുള്ളിൽ തോന്നിയേക്കാം, പക്ഷെ നമ്മളത് പ്രകടിപ്പിക്കരുത്, അവരെ അറിയിക്കരുത് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. ഇനി ഇങ്ങനെ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഒരുപാട് സമയം കിട്ടും. ഇപ്പോൾ അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്ന ആ ഒരു സമയം പോലും നമുക്ക് ലാഭമാണ്. അപ്പോൾ ആ ഒരു സമയം നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളുടെ കൂടെയും നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ കൂടെയൊക്കെ കൂടുതലായിട്ട് സ്പെൻഡ് ചെയ്യുക. നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് നമ്മൾ റീബിൽഡ് ചെയ്തെടുക്കുക, സെൽഫ് എസ്റ്റീം നന്നായിട്ട് കൂട്ടുക, നമ്മളിൽ കുറച്ചുകൂടി കെയർ ചെയ്യുക, സെൽഫ് കെയർ ചെയ്യുക, സെൽഫ് ലവ് ചെയ്യുക. അങ്ങനെ നമ്മൾ ആ ഒരു പോസിറ്റിവിറ്റി തിരിച്ചെടുക്കുക. നമ്മൾ ഡൗൺ ആയിട്ടുള്ള ആ ഒരു സ്റ്റേജിൽ നിന്നും പതിയെ പതിയെ നമ്മൾ ഉയർന്നു വരിക. നമുക്ക് ഒരു ഹൈ ഫ്രീക്വൻസിയിൽ ഇരിക്കുന്ന സമയത്തെ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം കൃത്യമായിട്ട് മാനിഫെസ്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ നമ്മളെ ഓക്കെ ആക്കുക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ് എക്സ് ബാക്ക് സീക്രട്ടുകൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സുഹൃത്തുക്കളുടെ കൂടെയും ഫാമിലി മെമ്പേഴ്സിൻ്റെ കൂടെയും ടൈം സ്പെൻഡ് ചെയ്ത് നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് റീബിൽഡ് ചെയ്തെടുക്കണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അല്ലാതെ നമ്മളൊരു ഭാഗത്ത് പോയിട്ട് ദുഃഖിച്ചിരിക്കുക, അല്ലെങ്കിൽ ആരോടും സംസാരിക്കാതെ നമ്മൾ ഒരു ഭാഗത്ത് ഒതുങ്ങിക്കൂടുക, ജോലിയിലും ഒന്നിലും ശ്രദ്ധിക്കാതെ ലൈഫ് സ്പോയിൽ ചെയ്തുകൊണ്ടിരിക്കുക, നശിപ്പിച്ചുകൊണ്ടിരിക്കുക. ചിലപ്പോൾ ചില ആളുകൾ ഇത്തരം സാഹചര്യങ്ങളിലായിരിക്കും നെഗറ്റീവായിട്ടുള്ള ബാഡ് ഹാബിറ്റ്സിലോട്ടൊക്കെ പോവുക, സ്മോക്കിങ്, ഡ്രിങ്കിങ്, അങ്ങനെയൊക്കെ ആയിട്ട് പല ആളുകളും പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിലോട്ടൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാതെ നിങ്ങൾ മാക്സിമം ടൈം നിങ്ങളെ ആവശ്യമുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. എന്നിട്ട് നമ്മുടെ ആ ഒരു ഹാപ്പിനെസ്സിനെ വീണ്ടെടുക്കുക. പിന്നെ നമ്മൾ ഒരിക്കലും നമ്മുടെ ഹാപ്പിനെസ് മറ്റൊരു വ്യക്തി ഉണ്ടെങ്കിലേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ആ വ്യക്തിയാണ് എൻ്റെ ഏറ്റവും വലിയ ഹാപ്പിനെസ് എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിക്കരുത്. ആ വ്യക്തി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എനിക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റണം എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിക്കണം. അതിപ്പോൾ റിലേഷൻഷിപ്പിൽ നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിലും അങ്ങനെ തന്നെ ആയിരിക്കണം. നമുക്ക് നമ്മുടേതായിട്ടുള്ള ഹാപ്പിനെസ് കണ്ടെത്തുന്ന കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, അത്തരം കാര്യങ്ങളിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് റിലേഷൻഷിപ്പിലായിരിക്കുന്ന സമയത്തോ അല്ലാത്ത സമയത്തൊക്കെ നമ്മൾ അതിന് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യണം. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്നാലേ നമുക്കൊരു മാഗ്നറ്റിക് പവർ ഉണ്ടാവുള്ളൂ. നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ ചിന്തിക്കുന്ന പോലെ നടക്കത്തുള്ളൂ. അതൊരു യൂണിവേഴ്സൽ ലോ ആണ്. എല്ലാ മനുഷ്യരിലും ഇത് വർക്കാണ്. തോട്ട് എന്ന് പറയുന്ന എല്ലാവർക്കും ഉണ്ട്. നമ്മുടെ തോട്ട് എന്താണ്, അതൊരു ഹൈ ഫ്രീക്വൻസിയിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നടക്കും. എല്ലാവർക്കും വർക്കിംഗ് ആണ്. ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് വർക്കാവില്ല എന്നുള്ള രീതിയിൽ ചിന്തിക്കേണ്ട. ഈ ലോകത്തെ എല്ലാ മനുഷ്യരിലും ഒരുപോലെ വർക്കാവുന്ന ഒരു കാര്യമാണ് ഇത്. തോട്ട് ബിക്കം തിങ്സ് എന്നുള്ളത്, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചിന്തിക്കുന്നു അത് അട്രാക്ട് ചെയ്യുന്നു എന്നുള്ളതൊക്കെ ഒരു യൂണിവേഴ്സൽ ലോ ആണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഹാപ്പിനെസ് നിങ്ങൾ കണ്ടെത്തുക, ഹൈ ഫ്രീക്വൻസിയിലിരിക്കുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിഞ്ഞുകൊണ്ട് തന്നെ കുറച്ച് മൈൻഡ് ഗെയിംസ് ഒക്കെ ആവാം. മീൻസ് അവരെ ഇങ്ങോട്ട് ചേസ് ചെയ്യിപ്പിക്കാനുള്ള കുറച്ച് ടെക്നിക്കുകളാണ് പറയുന്നത്. അവരിപ്പോൾ ഇങ്ങോട്ട് മെസ്സേജ് അയക്കുകയാണ്, നമ്മൾ നോ കോണ്ടാക്റ്റിൽ ഇരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റ് കഴിഞ്ഞിട്ടോ, എന്തായാലും ഒരു 2 വീക്ക് നോ കോണ്ടാക്റ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3 വീക്സിനൊന്നും നിങ്ങൾ അങ്ങോട്ട് റിപ്ലൈ കൊടുക്കാനൊന്നും പോകണ്ട. ഓക്കെ, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ ഓക്കെ. എന്നിട്ട് മെസ്സേജ് വരുന്ന സമയത്ത് നമ്മൾ എന്താണോ ചോദിച്ചത് അതിന് മാത്രം മറുപടി കൊടുക്കുക. ഓക്കെ, നമ്മൾ അങ്ങോട്ട് അവരെക്കുറിച്ച് കൂടുതലായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ചോദിക്കാതിരിക്കുക. ഷോർട്ടായിട്ട് ആൻസർ ചെയ്യുക എന്ന് പറയുന്ന ഒരു മൈൻഡ് ഗെയിമാണ്. പിന്നെ ഇങ്ങോട്ട് ഇപ്പോൾ വിളിക്കുകയാണ്, അപ്പോൾ കോൾ എടുക്കണ്ട, ഒരു 1 അവർ കഴിഞ്ഞിട്ട് തിരിച്ചു വിളിക്കുക. അങ്ങനെ ഒരു 1 അവർ കഴിഞ്ഞിട്ട് മെസ്സേജ് തിരിച്ചയക്കുക, അല്ലെങ്കിൽ 1 അവർ കഴിഞ്ഞിട്ട് കോൾ ബാക്ക് ചെയ്യുക. ഇങ്ങനെയുള്ള കുറച്ച് ഡിലേ വരുത്തുക നമ്മുടെ റിപ്ലൈയിലും കാര്യങ്ങളിലൊക്കെ. നമുക്ക് കുറച്ച് താല്പര്യം കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതിനെ അവർ ചിന്തിക്കട്ടെ. അങ്ങനെ ചിന്തിച്ചു എന്നുള്ളത് കൊണ്ട് അവർക്ക് അതൊരു ചലഞ്ചിങ് ആയിട്ട് വരിക ചെയ്യുക. നമ്മളെ കിട്ടണം എന്നുണ്ടെങ്കിൽ അവർ കൂടുതൽ എഫേർട്ട് ഇടണം എന്നുള്ളത് അവർക്ക് തോന്നണം. അപ്പോഴേ അവർ ചേസ് ചെയ്യത്തുള്ളൂ.
മനസ്സിലായോ? അപ്പോൾ ഈ സ്റ്റെപ്പുകളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് അപ്ലൈ ചെയ്യുന്നതിൻ്റെ കൂടെ ഇതുകൂടി ചെയ്യുകയാണെങ്കിൽ, അഥവാ ഇത് കുറച്ച് മൈൻഡ് ഗെയിംസ് ആണ്, ഇതുകൂടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ വിചാരിക്കുന്ന രീതിയിലോട്ട് ആ വ്യക്തിയെ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അത് ചില ആളുകൾ പറയും, സാറ് വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല ആള്, ഒരു കുലുക്കമില്ലാത്ത ആളാ, നമ്മൾ സാധാരണ കാണുന്ന ആളുകളെ പോലെ ഒന്നും അല്ല, സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ, ആളൊരു തീരുമാനം എടുത്തതാ, എനിക്ക് നന്നായിട്ട് അറിയാം, ഞാൻ ഇത്രയും കാലം സ്നേഹത്തിലായിരുന്നില്ലേ എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. പക്ഷെ മാറും, മനുഷ്യനല്ലേ, മാറ്റം ഇല്ലാത്ത ഒന്നുമില്ല ഈ ലോകത്ത്, അത് നിങ്ങൾ മനസ്സിലാക്കാം. ഇനിയിപ്പോൾ ടോട്ടലി ഒന്നും നമുക്ക് മാറ്റാൻ പറ്റിയിട്ടില്ലെങ്കിലും നിങ്ങളോടുള്ള പെരുമാറ്റം നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റുന്ന പറയുന്നത്, നമ്മുടെ തന്നെ പവർ ഉപയോഗിച്ചുകൊണ്ട്. അപ്പം നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് ഞാൻ പറയുന്ന ഈ ഒരു മൈൻഡ് ഗെയിംസ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യുക. അത് ചെയ്യുമ്പോൾ 100% നിങ്ങൾക്ക് ഈസി ആയിട്ട് ആ വ്യക്തിയെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് പറ്റും. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടിപ്പ് എന്ന് പറയുന്നത്, നമ്മളുടെ കൺട്രോളിലല്ലാത്ത കുറേ കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ഇപ്പോൾ അവർ ഫോൺ യൂസ് ചെയ്യുന്നുണ്ടാവാം കുറേ ടൈം, നമ്മുടെ കൺട്രോളിലല്ലല്ലോ, അവരെ ഫോണാണ്, അവർക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്, അവർ ചിലപ്പോൾ ഓൺലൈനിലിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ വേറെ ആരെങ്കിലുമൊക്കെ വിളിച്ച് സംസാരിക്കും. അതൊന്നും നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റില്ല. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ കൺട്രോളിലുള്ള കാര്യങ്ങളാണ്, അല്ലേ? അപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി അത് ചെയ്യണം ഇത് ചെയ്യണം എന്ന് നമ്മൾ തീരുമാനിച്ചിട്ട് കാര്യമില്ല, അത് അവർക്ക് തോന്നണം, അല്ലേ? അപ്പം നമ്മുടെ കൺട്രോളിലല്ലാത്ത കാര്യങ്ങളിൽ നമ്മൾ ആലോചിച്ച് തലമുണ്ടാക്കുക, അവനെന്താ അത് അങ്ങനെ ചെയ്ത്, അവനെന്താ ഇതിങ്ങനെ ചെയ്തത്, അത് നിങ്ങൾക്ക് കൺട്രോൾ ഇല്ലാത്ത കാര്യമാണ്. അത് നമ്മൾ ആലോചിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എന്തിലാണ് കൺട്രോൾ ഉള്ളത്? നമ്മളിൽ നമുക്ക് മാറ്റം വരുത്താൻ പറ്റും. നമ്മളിൽ മാറ്റം വരുത്താനുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടെ ഇരുന്ന് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ തോട്ട് പ്രോസസ്സിൽ മാറ്റങ്ങൾ വരുത്താനായിട്ട് പറ്റും. നമ്മുടെ ചിന്തയുടെ പവർ ഉപയോഗിച്ചുകൊണ്ട് അവരെ നമ്മളിലോട്ട് തന്നെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് പറ്റും. നമ്മുടെ ചിന്തയുടെ പവർ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് നമ്മളെ മിസ് ചെയ്യിപ്പിക്കാനായിട്ട് പറ്റും. നമ്മുടെ വില മനസ്സിലാക്കി കൊടുക്കാനായിട്ട് പറ്റും. ഇങ്ങനെയുള്ള നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെപ്പറ്റി, നമ്മുടെ കൺട്രോളിലുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് നമ്മൾ ചിന്തിക്കുക, അത്തരം ആക്ഷൻസ് എടുത്ത് മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവരെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് പറ്റും. ഇപ്പോൾ ഏകദേശം 7 ടിപ്സ് ഞാൻ പറഞ്ഞു. ഈ 7 ഇമ്പോർട്ടൻ്റ് ആണ്. അഡീഷണലായിട്ട് എന്തെങ്കിലും രീതിയിലുള്ള സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിൽ വിളിച്ചോ. പേഴ്സണൽ ഗൈഡൻസ് ഉണ്ട്, പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്ത് തരും. നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനിയിപ്പോൾ അഡീഷണലായിട്ട് ഒരു കാര്യം കൂടിയും പറയാം. ബ്രേക്കപ്പ് ഒന്നും ആയിട്ടില്ല, ഇപ്പം ഞങ്ങൾ റിലേഷൻഷിപ്പിൽ തന്നെയാണ്, പക്ഷേ ആ വ്യക്തി വേണ്ട രീതിയിൽ എന്നെ പരിഗണിക്കുന്നില്ല അല്ലെങ്കിൽ സ്നേഹിക്കുന്നില്ല എന്നുള്ളൊരു തോന്നലുണ്ടോ? ആ വ്യക്തി പ്രോപ്പറായിട്ട് നിങ്ങളെ ചേസ് ചെയ്യാനും നിങ്ങളുടെ കൂടെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാനും വേണ്ടിയിട്ട് ഒരു പവർഫുൾ ആയിട്ടുള്ള അഫർമേഷൻ ഞാൻ പറഞ്ഞുതരാം. ഇത് മാക്സിമം ഫീൽ ചെയ്തുകൊണ്ട് എല്ലാ ദിവസവും ഒരു 5 മിനിറ്റ് റിപ്പീറ്റ് ചെയ്ത് പറയുക. രാവിലെ എണീക്കുന്ന സമയത്തോ അല്ലെങ്കിൽ രാത്രി കിടക്കുന്നതിന് തൊട്ട് മുൻപോ ഏതെങ്കിലും ഒരു നേരം നിങ്ങളത് കൃത്യമായിട്ട് ചെയ്യുക. തുടർച്ചയായിട്ട് ഒരു 3 വീക്സ് ചെയ്യുകയാണെങ്കിൽ 100% റിസൾട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു ചേസിങ് അഫർമേഷൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ മുകളിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് ഒരു മെസ്സേജ് ഇടുക, ചേസിങ് അഫർമേഷൻ എന്ന് ഫ്രീ ആയിട്ട് അയച്ചു തരാം. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ കുറിച്ചിട്ടുള്ള ഒരു അഭിപ്രായം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു റിവ്യൂ താഴത്ത് കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ടോപ്പിക്കുകൾ ആവശ്യമുണ്ടെങ്കിൽ ആ ടോപ്പിക്കുകൾ എടുത്ത് ഞാൻ സംസാരിക്കാം. അപ്പോൾ നിങ്ങളുടെ സജഷൻസും കാര്യങ്ങളൊക്കെ താഴത്ത് കമൻറ്റ് ചെയ്തോളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.